ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് ഒരു വാഗ്ദാനം തന്നിരുന്നു, 50 രൂപയ്ക്ക് പെട്രോൾ. ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. 30 കോടി തൊഴിലവസരങ്ങൾ ഒരുക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, തൊഴിലില്ലായ്മ. ഞങ്ങൾക്ക് തൊഴിൽ ഇപ്പം അങ്ങ് തരുമെന്ന് പറഞ്ഞാണ് അധികാരത്തിലേറിയത്. എവിടെ ആ തൊഴിൽ? പിന്നെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ആശ്രമ മൈതാനത്തെ നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു. ആശ്രമ മൈതാനത്തിനടുത്തുള്ളൊരു നിവാസിയാണ് ഞാൻ. അവിടാണ് ഞാൻ ജീവിക്കുന്നത്. നിലവിൽ അങ്ങനെ നായശല്യമൊന്നും ആശ്രമ മൈതാനത്തുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നീട് ഒരു കാര്യം, എൻ്റെ വീടിൻ്റെ ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു മലപ്രദേശങ്ങളൊക്കെ വില്ലേജ് സ്ഥലമാണ്. അവിടെ ഈ കുറുക്കൻ രാത്രിയാകുമ്പോൾ പോവും. അപ്പോൾ പോകുമ്പോൾ ഈ പട്ടിയും കുറുന്ന് ഊരിയിടും. ഇവർ പരസ്പരം അങ്ങോട്ട് പോവുകയും ചെയ്യും. ഈ വീടിൻ്റെ അയൽക്കത്തുള്ള പട്ടി. അതുപോലത്തെ സംഭവമാണ് ഇവന്മാർ ഇപ്പോൾ കേൾപ്പിച്ചത്. ഉള്ള ചേച്ചിമാരോടൊന്ന് കേൾപ്പിച്ചത് ആശ്രമ മൈതാനത്ത് 30 ലക്ഷം പേർക്ക് തൊഴിലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരായിട്ടും തൊഴിലില്ലായ്മ. അന്ന് കണ്ടാണ് നമ്മളെ PSCയുടെ അത് അവർ തൊഴിലില്ലാത്ത PSC റാങ്ക് ഹോൾഡേഴ്സ് അവർ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ് വലിയ വായിൽ കിടന്ന് നുലുവിളിക്കുകയും മെഴുകുതിരി വിളിക്കുകയും മുട്ടയിലടിഞ്ഞ് ശയന പ്രദർശനമൊക്കെ നടത്തി അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നത്. അത് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് ആ ഹോൾ ടിക്കറ്റ് കീറി കണ്ടാണ്. അപ്പോൾ ഈ സഹോദരി പറയണതിലും കാര്യമുണ്ട്. അതായത് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. കാരണം അവർക്കൊരു ജോലിക്ക് വേണ്ടിയാണ് അവരൊരു PSCക്ക് എഴുതി. ഒരു കാര്യം എടുത്തു നോക്കുക, നമ്മൾ ശരിക്കും അത് വലിയൊരു PSC എഴുതിയിട്ട് കിട്ടാത്തവരുടെ കാര്യമല്ല, എഴുതി റാങ്ക് കിട്ടിയവരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അവിടുത്തെ പട്ടി ഉണ്ടോയെന്ന്, അവിടെ അവർ ആ നിവാസിയാണെങ്കിൽ അവർ പട്ടി അവിടെ ഇല്ലാത്ത രീതിയാണ്. പട്ടി തെരുവുപട്ടി എല്ലായിടത്തും ഉണ്ട്. അതിനെ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര പട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ വെറ്റിനറിക്കാരന് വന്ധീകരണ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയോ ചെയ്യാം. അപ്പോൾ ഈ കിടന്ന് കൂവണ ആൾക്കാർ, അവരുടെ കൂവൽ അവരുടെ നിൽപ്പ് കണ്ടാൽ അറിയാം. കഷ്ടം തന്നെ. ഒരു പെൺകുട്ടി അതിൻ്റെ വ്യക്തമായിട്ട് കാര്യം പറയുമ്പോൾ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല.